ചേച്ചി VS അച്യുതാനന്ദൻ ഇല്ലാത്ത കേരളത്തെ ചേച്ചി എങ്ങനെ നോക്കിക്കാണും? ഇനി ഇതുപോലൊരു നേതാവിനെ ഇനി നമുക്ക് ഇനി ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു നേതാവ് ഇനി ഉണ്ടാവുമെന്ന് പോലെ നമുക്ക് ഇനി അങ്ങനെ ഒരു നേതാവ് ഉണ്ടാവില്ല. സഖാവിനെ പോലെ സഖാവ് മാത്രമേ ഉള്ളൂ. ഈ സാറിനെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് പറയാനാണെങ്കിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ തികഞ്ഞൊരു കമ്മ്യൂണിസ്റ്റ് അതാണ്. ഞങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. സമയത്ത് എൻ്റെ അച്ഛന് സുഖമില്ലാണ്ട് എൻ്റെ അച്ഛൻ ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അച്യുതാനന്ദ സഖാവ് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ അച്ഛന് ഒരു മസിൽ ഗ്രാവീസിന് ഒരു അസുഖമായി ബന്ധപ്പെട്ടാണ് ഹോസ്പിറ്റലൈസ്ഡ് ആയത്. അപ്പോൾ എൻ്റെ അച്ഛന് ഒരു 1 lakh വരുന്ന ഒരു ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ ഒരു 10 ഇഞ്ചക്ഷനോളം അച്ഛൻ എടുക്കണം. അപ്പൊ അന്നത്തെ ഞങ്ങളുടെ സാമ്പത്തികം വെച്ചിട്ട് നമുക്കത് പറ്റില്ല. അപ്പൊ സഖാവാണ് മെഡിക്കൽ കോളേജിലോട്ട് വിളിച്ച് പറഞ്ഞിട്ട് എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നവരെയുള്ള ഫുള്ള് ഫണ്ട് സഖാവിന്റെ ഫണ്ടിൽ നിന്നാണ് അത് കൊടുത്തിട്ടുള്ളത്. അപ്പം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഇതാണ് ഇന്ന് എൻ്റെ അച്ഛൻ ജീവനോടെ ഇരിക്കുന്നതും. ഒരു പക്ഷേ എന്നല്ല, നമ്മൾ എന്താ പറയാ, ദൈവത്തെ പോലെ കാണുന്ന ഒരു അത് തന്നെയാണ് ജനപ്രിയ നായകൻ നമ്മളോട് വിട പറഞ്ഞു പോയതിനും വേണ്ടി ഒരുപാട് ജനക്കൂട്ടം കാണുന്നുണ്ട്. അതിൽ ഒരുപാട് സങ്കടവും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുപാട് തീരാ കഥകളുമാണ് ഇപ്പം നമുക്ക് നിലവിൽ കാണാൻ പറ്റുന്നത്. ഒരുപാട് വിഷമത്തോടു കൂടി ഈ ഒരു ദുഃഖാചരണം നമ്മളിങ്ങനെ നിലകൊള്ളുന്നതിൽ എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ അറിയത്തില്ല. ഒരുപാട് ദുഃഖം പ്രചരിപ്പിക്കുന്നു.